Welcome to the very first lesson on history, module 1. നമുക്ക് മോഡ്യൂൾ 1 ഓൾറെഡി അറിയാം, ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ ഹയറാർക്കീസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതാണ് നമുക്ക് 1ന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇതില് നമ്മൾ ഇപ്പൊ തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇപ്പം ഒന്നാമത്തെ മോഡ്യൂളിൽ നമുക്ക് 3 ടോപ്പിക്സ് ആണുള്ളത്. ഈ 3 ടോപ്പിക്സും അത്യാവശ്യം ഇച്ചിരി നല്ലതുപോലെ നമുക്ക് വായിക്കാനുണ്ട്. പക്ഷേ 2 ചോദ്യങ്ങളായിരിക്കും ഇതിനകത്ത് നിന്ന് വരിക. 2 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഇതിനെ അവഗണിച്ച് കളയരുത്. കാരണം ഇതേപോലെയാണ് എല്ലാ മോഡ്യൂൾസിൽ നിന്നും ഈ 2-3 ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. മൊത്തം ഒന്ന് ആലോചിക്കുക, 60 മോഡ്യൂൾസ് നമുക്കുണ്ട്. അപ്പോ 60 മോഡ്യൂൾസിൽ നിന്ന് ഈ 2 ചോദ്യങ്ങൾ വീതം വന്നാൽ തന്നെ 120 ചോദ്യങ്ങളായി അല്ലേ. അപ്പോ നമുക്ക് 100 ചോദ്യങ്ങളാണ് PSC മാക്സിമം ചോദിക്കുന്നത്, റൈറ്റ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർണ്ണ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ, പിന്നെ ധർമ്മശാസ്ത്ര ആൻഡ് ദിയർ റോൾ ഇൻ കോഡിഫൈങ് ഇനിക്വാളിറ്റി. മൂന്നാമത് ഏർലി റെസിസ്റ്റൻസ് ആൻഡ് ഹെറ്ററോഡോക്സ് ട്രഡീഷൻസ് ലൈക്ക് ബുദ്ധിസം, ജൈനിസം, അജ്വൈക, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത്. സോ ലെറ്റ് us begin with a little bit of background here. അപ്പോ വർണ്ണ സിസ്റ്റം, കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് കണ്ടില്ലേ, ഇന്ത്യൻ സൊസൈറ്റി ഡെവലപ്ഡ് സ്ട്രോങ് സോഷ്യൽ ഹയറാർക്കീസ്. ഒരുപാടധികം സോഷ്യൽ ഹയറാർക്കികൾ. സോഷ്യൽ ഹയറാർക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ശ്രേണി, സാമൂഹിക ശ്രേണി. അപ്പൊ സമൂഹത്തിലെ ഒരു അധികാര ശ്രേണി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അല്ലെ. അപ്പോ നമ്മൾ ഏൻഷ്യന്റ് ആയിട്ടുള്ള ആ പുരാതനമായ ഇന്ത്യൻ സമൂഹം പഠിക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ സോഷ്യൽ ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹയറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമൂഹത്തിനെ തന്നെ പല ലെവലില്, അതായത് ഓരോ റാങ്ക് കൊടുത്തുകൊണ്ടുള്ള പല ലെവലില് അതിനെ അങ്ങ് നിർണയിച്ചിട്ടുള്ളതാണ്. അപ്പൊ സമൂഹത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് തന്നെ അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത് ചില ഗ്രൂപ്പുകാർക്ക് കൂടുതൽ റെസ്പെക്ട് കൊടുത്തിരുന്നു, ചിലർക്ക് കൂടുതൽ പവർ കൊടുത്തിരുന്ന, അധികാരങ്ങൾ കൊടുത്തിരുന്നു. ആൻഡ് ചില ഗ്രൂപ്പുകാര് ആ റിച്വൽസ് ഒക്കെ നടത്തുക എന്നുള്ള അതായിരുന്നു അവരുടെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. റിച്വൽസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആചാരപരമായ ഒരു പ്രാധാന്യമാണ് ചില ഗ്രൂപ്പുകാർക്കുള്ളത്. എന്നാൽ മറ്റ് അനേകം ഗ്രൂപ്പുകൾക്ക് വളരെ ഒരു കുറവായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആയിരുന്നു. ആൻഡ് അവർക്ക് വളരെ കുറച്ച് പ്രിവിലേജസ് മാത്രമേ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യൻ ഹിസ്റ്ററിയില് 2 പ്രധാനപ്പെട്ട ടേംസ് ആണ്, ഒന്ന് വർണ്ണയും മറ്റൊന്ന് ജാതിയും. ഇത് 2 പ്രധാനപ്പെട്ട ടേംസ് ആണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ വാക്കുകളെ അങ്ങോട്ട് മാറ്റിയും തിരിച്ചുമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇത് 2 സെയിം ആണ് എന്നുള്ള ആ ഒരു ചിന്തയും പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. പക്ഷേ അത് ആക്ച്വലി 2 2ആണ്. അതിന്റെ ആ ഒരു ഡിഫറൻസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പം വർണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് പുരാതനമായ നമ്മുടെ സംസ്കൃത പുസ്തകങ്ങളിൽ നമുക്ക് ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ വർണ്ണ എന്ന് പറയുന്ന ഈ ഒരു തിയറിറ്റിക്കൽ ക്ലാസിഫിക്കേഷനിലൂടെയാണ് സമൂഹത്തെ 4 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 4 ലാർജ് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ഇങ്ങനത്തെ ഈ 4 കാറ്റഗറീസ് ഇത് വർണ്ണയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതാണ് ആ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജാതി ഇനി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലോ, ജാതി റെഫേഴ്സ് ടു thousands ഓഫ് ആക്ച്വൽ ബർത്ത് ബേസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അതായത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ റീജിയണൽ ആയിട്ടുള്ള ഏരിയയില് ആ ഒരു ജന്മനാ അവർക്ക് ലഭിക്കുന്ന, അതായത് ജനനം കൊണ്ട് അവർ ഏത് സോഷ്യൽ ഗ്രൂപ്പിൽ പെടുന്നോ എന്നുള്ളതാണ്. ആൻഡ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ഉണ്ട് എന്നുള്ളതാണ്. സോ അതാണ് ജാതി ആക്ച്വലി റെഫേഴ്സ് ടു thousands ഓഫ് ആക്ച്വൽ ബർത്ത് ബേസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അത് ബർത്ത് ബേസ്ഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ജന്മനാ തന്നെ ആ ഒരു സമൂഹത്തിൽ, ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ അവർ ജനിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്നതാണ് ഈ ജാതി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം, വർണ്ണ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു വലിയ മോഡലാണെന്നും ജാതി എന്ന് പറയുന്നത് ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ റിയാലിറ്റി, സമൂഹത്തിന്റെ യാഥാർത്ഥ്യമാണ് ഈ ജാതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഉണ്ട്. അതായത് ആ ഒരു ആദ്യ ഘട്ടങ്ങളില് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഫുള്ളി റിജിഡ് അല്ലായിരുന്നു.
എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റിക്ക് മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത്. സോ ഇന്ത്യൻ സൊസൈറ്റി വാസ് നോട്ട് ഫുള്ളി റിജിഡ്. റിജിഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഈ പറയുന്നത് എന്ന് പറഞ്ഞാല് ഒത്തിരി അധികം ഡിഫറൻസസ് ഉണ്ടായിരുന്നു അല്ലെ. ഓക്യുപ്പേഷനിൽ ഡിഫറൻസ് ഉണ്ട്, ആൾക്കാരുടെ വെൽത്തിൽ ഡിഫറൻസ് ഉണ്ട്, ആൾക്കാർ അനുഭവിച്ചിരുന്ന ആ ഒരു പ്രസ്റ്റീജിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ ഡിഫറൻസസ് ഒക്കെ കുറെ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി കാലക്രമേണ അഗ്രികൾച്ചറൽ കൃഷി കാര്യങ്ങളൊക്കെ കുറെ അധികം എക്സ്പാൻഡ് ആയി. ആ ചെറിയ ചെറിയ കിങ്ഡംസ്, ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ കുറെ കൂടെ സ്ട്രോങ്ങർ ആയി വന്നു. ആൻഡ് ഈ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടല്ലേ, അത് ഒരുപാടധികം സ്വാധീനം ചെലുത്താനായിട്ട് തുടങ്ങി. ആൻഡ് ലീഗൽ ട്രഡിഷൻസ് ഓൾസോ സ്റ്റാർട്ടഡ് ഗിവിംഗ് റൂൾസ് ടു സോഷ്യൽ ലൈഫ്. ഇപ്പൊ സോഷ്യൽ ലൈഫിന് കുറെ ലീഗൽ ട്രഡിഷൻസും അതിനകത്ത് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ചേഞ്ചസ് പതിയെ പതിയെ ഈ ഒരു ഹൈറാർക്കിയെ കുറെ കൂടെ ഫിക്സ്ഡ് ആക്കി മാറ്റി. ആൻഡ് അത് ഒരു ഹെറിഡിറ്റി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അങ്ങ് മാറി. അതായത് ജന്മനാ ലഭിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അങ്ങ് മാറി ഈ ഒരു സൊസൈറ്റിയിൽ ആ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പം മോഡേൺ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഈ വർണ്ണ സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ലോങ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആയിട്ടാണ്. അത് ഒരൊറ്റയടിക്ക് വന്നതല്ല, ഒരുപാട് നാൾ കൊണ്ട് ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അവർ ഒരിക്കലും അതിനെ ഒരു ഒറ്റ കാരണം കൊണ്ടല്ല അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവര് ഈ ഒരു ഹൈറാർക്കിയെ എക്കോണമിയായിട്ട് കണക്ട് ചെയ്യുന്നു, പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്യുന്നു, റിലിജനുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഓക്യുപ്പേഷൻ ആൻഡ് ആ ഒരു സമൂഹത്തിന്റെ എക്സ്പാൻഷനുമായിട്ട് തന്നെ അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു സെന്റൻസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതായത് വർണ്ണ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ മോഡലായിരുന്നു. എന്നാൽ ജാതി എന്ന് പറയുന്നത് എന്താണ്? ആ ജാതിയാണ് ആ ഒരു യഥാർത്ഥ ഹെറിഡിറ്ററി സോഷ്യൽ ഗ്രൂപ്പിംഗ് ആയത് ഇന്ത്യൻ സമൂഹത്തിന്റെ. അപ്പൊ ജാതിയാണ് ആ ഒരു യഥാർത്ഥ സോഷ്യൽ ഹെറിഡിറ്ററി ഗ്രൂപ്പിംഗ്. എന്നാൽ വർണ്ണ എന്ന് പറയുന്നത് ആ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ മോഡൽ, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ മോഡൽ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഓർത്ത് വെക്കുക, വർണ്ണ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ജാതി എന്ന് പറയുന്നതാണ് ആ ഒരു ഹെറിഡിറ്ററി, ജന്മം കൊണ്ട് ഉണ്ടായിട്ട് വന്നേക്കുന്ന, അതായത് ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ജനിക്കുന്നത് കൊണ്ട് ആ ഒരു ജാതിയിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പൊ വർണ്ണയും കാസ്റ്റും എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്, പക്ഷെ വ്യത്യസ്തമായ ആ ഒരു കാസ്റ്റ് എന്ന് പറയുന്നതല്ലേ ജാതി എന്ന് പറയുന്നത്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്, പക്ഷെ വ്യത്യസ്തമായ കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഇതിന്റെ മോഡേൺ വ്യൂ എന്താണ്? വർണ്ണ വളരെ ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, എന്താണ് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ആ ഒരു മീനിങ് നമുക്കൊന്ന് നോക്കാം. അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് ഡിവിഷൻസ് ഓഫ് സൊസൈറ്റി ഇൻടു ലേയേഴ്സ്. നമ്മൾ ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് പല ലെയറുകളായിട്ട് സമൂഹത്തെ ഡിവൈഡ് ചെയ്തേക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ കാണാം. പല ലെയറുകളായിട്ട്, ചില ലെയർ വലുതായിരിക്കും, ചില ലെയർ ചെറുതായിരിക്കും എന്നുള്ളത്. അതാണ് ബേസിക്കലി ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു വാക്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള വാക്ക് കംസ് ഫ്രം ദ മെയിൻ ഐഡിയ വിച്ച് ഇസ് കോൾഡ് സ്ട്രാറ്റ. സ്ട്രാറ്റയുടെ അർത്ഥം ലെയറുകൾ എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമൂഹം എന്ന് പറയുന്നത് പല തട്ടുകളിലായിട്ട്, പല ലെയറിലായിട്ട് അതിനെ അടുക്കി പറക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഏത് സൊസൈറ്റി നമ്മൾ എടുത്ത് നോക്കിയിരുന്നാലും അവിടെ ആൾക്കാർക്ക് വ്യത്യസ്തമായ റോൾസ് ആണ് വഹിക്കാനായിട്ടുള്ളത് അല്ലേ. ഇപ്പൊ ചില ആൾക്കാർക്ക് കൂടുതൽ ധനമുണ്ട്, വെൽത്ത് ഉണ്ട്. ചില ആൾക്കാർക്ക് കൂടുതൽ പവർ ഉണ്ട്. അവർക്ക് അത്രയും ധനം ഉണ്ടാകണമെന്നില്ല, പവർ അവർക്കുണ്ട്. ആൻഡ് ചില ആൾക്കാർക്ക് കുറെ കൂടെ അധികം റെസ്പെക്ട് സമൂഹത്തിൽ നമ്മൾ കൊടുക്കും. ആൻഡ് സം മേ ഹാവ് റിലിജിയസ് അല്ലെങ്കിൽ ആ ഒരു റിച്വൽ പ്രാധാന്യങ്ങളോട് കൂടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഓർഗനൈസ്ഡ് ആണ്. ആൻഡ് ഇത് കുറെ നാളായി തുടർന്ന് വരുന്ന ഒരു സംഗതിയാണ്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളുക. അതായത് സിമ്പിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ദ സെയിം ആസ് സ്ട്രാറ്റിഫിക്കേഷൻ. ആ ഒരു ചെറിയ വ്യത്യാസം എന്നുള്ളതല്ല സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തി കുറെ കൂടെ ധനവാനായിരിക്കാം, എന്നാ എന്താ പറയേണ്ടത്,
ചിലപ്പം കുറച്ച് ഒരു ചെറിയ പീരിയഡിൽ മാത്രം ആ വ്യക്തി മറ്റൊരു വ്യക്തിയെക്കാളും ധനവാനാകുന്നു എന്നുള്ളത്. അപ്പോൾ അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പൊ സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് ദ ഇനിക്വാളിറ്റി ബിക്കംസ് സ്റ്റേബിൾ. അവിടുത്തെ ആ ഒരു അസമത്വം സ്റ്റേബിൾ ആയിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അതിന്റെ മറ്റൊരു പ്രത്യേകത, അത് ആക്സെപ്റ്റഡ് ആണ്, എല്ലാവരും അംഗീകരിച്ച ഒരു ഇനിക്വാളിറ്റി ആണത്. ആൻഡ് അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ വ്യത്യസ്തമായ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ അവര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കിങ്സ്ലി ഡേവിസിന്റെ കാര്യം, അതേപോലെ വിൽബർട്ട് മൂർ, അവരൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒത്തിരി അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസും അത് സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവര് പറയുന്ന കാര്യം ഇതാണ്, അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും പ്രധാനപ്പെട്ടതും ആയിട്ടുള്ള ജോലികളുണ്ടല്ലോ, ആ ജോലികൾക്ക് കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോ സമൂഹം എന്താണ് ഇവിടെ ചെയ്യുന്നത്? അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള സ്ഥാനങ്ങളിലുള്ളവർക്ക് കൂടുതൽ റിവാർഡ് കൊടുക്കുന്നു, കൂടുതൽ ശമ്പളം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? ഇനി കാൾ മാർക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഈ അസമത്വം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അത് വരുന്നത് ഇസ് ഫ്രം കൺട്രോൾ ഓവർ എക്കണോമിക് റിസോഴ്സസ്. എക്കണോമിക് റിസോഴ്സസിനെ ആര് കൺട്രോൾ ചെയ്യുന്നോ അവർക്കാണ് കൂടുതൽ പവർ എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഈ ലാൻഡ് ഓണേഴ്സ്, കൃഷി ആയിരുന്നല്ലോ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ലാൻഡ് ഓണേഴ്സ്, ടൂൾസ് ഓൺ ചെയ്യുന്ന വ്യക്തികള്, ഫാക്ടറിയുടെ ഉടമകള്, അല്ലെങ്കിൽ ആ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടിയത്? ആ ഒരു ഫിസിക്കൽ ഫാക്ടറി അവിടെ വേണം. ആ ഫാക്ടറി നിൽക്കുന്ന സ്ഥലം, അതിനകത്ത് ഉപയോഗിക്കുന്ന മെഷീൻസ്, ടൂൾസ്, റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം അതിനകത്ത് വരുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അവർക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പോ അവർക്കാണ് കൂടുതൽ പവർ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് എന്നുള്ളതാണ് കാൾ മാർക്സിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ വന്നത്. ഇനി മാക്സ് വെബർ ഇതിലും കുറെ കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് മാക്സ് വെബർ തന്നിട്ടുള്ളത്. വെബർ പറയുന്നത് ഈ ഒരു ഹയറാർക്കി എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ 3 തിങ്സ്. 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഹയറാർക്കി. നോക്ക്, ഹയറാർക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, നമ്മൾ മറ്റൊരു രീതിയിൽ അവിടുത്തെ അസമത്വത്തെ കുറിച്ച്, ഇനിക്വാളിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് നമ്മൾ ഓർത്തു വെച്ചോളുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ക്ലാസ്, ഒന്ന് സ്റ്റാറ്റസ്, ഒന്ന് പൊളിറ്റിക്കൽ പവർ. ഈ 3 സംഗതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഹയറാർക്കി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മാക്സ് വെബർ പറയുന്നത്. അപ്പൊ ഇവിടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് ആ ഒരു എക്കണോമിക് പൊസിഷൻ അവിടെ വരുന്നത്. ഇനി സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു സോഷ്യൽ റെസ്പെക്ട് അവിടെ ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇനി പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിവ് മാത്രമല്ല അധികാരപ്പെട്ട വ്യക്തികൾ. ആരെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഏത് രീതിയിൽ എടുക്കണം, ഇന്നത്തെ മോഡേൺ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അവർക്കല്ലേ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളത്? മീൻസ് അധികാരം ആണ് ഞാൻ കഴിവെന്നുള്ളത് ഇവിടെ കൊണ്ടുദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ പുരാതനമായ ഇന്ത്യയില് ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പം അതിനൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒന്ന് റിച്വൽ സ്റ്റാറ്റസും അതേപോലെ റിലിജിയസ് അതോറിറ്റിയും ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കിയിരുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ സോഷ്യൽ പൊസിഷൻ, ആ സമൂഹത്തിൽ ആ വ്യക്തിക്കുള്ള ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡഡ് ഓൺ ബർത്ത്, ജനനത്തിൽ അത് ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതേപോലെ ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, വെൽത്ത്, പിന്നെ ആ ഒരു വ്യക്തിക്കുള്ള ആ ഒരു പ്യൂരിറ്റി, പ്യോർ ആൻഡ് ഇംപ്യോർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്യൂരിറ്റി ആൻഡ് ആ ഒരു വ്യക്തിക്ക് ലഭിച്ചിരുന്ന റിലിജിയസ് പ്രിവിലേജിനും അവിടെ സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ശരിക്കും ആ ഒരു ഏൻഷ്യന്റ് ഇന്ത്യൻ ഹയറാർക്കിയെ ഒത്തിരി അധികം കോംപ്ലക്സ് ആക്കിയതും ഒത്തിരി അധികം ഡീപ്ലി റൂട്ടഡ് ആക്കി മാറ്റിയത്.
അപ്പൊ ഈ ബേസിക് കോൺസെപ്റ്റ്സ് ഞാൻ ഇച്ചിരി നല്ലതുപോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്, സോ ദാറ്റ് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ലെസൺസിലും അല്ലെങ്കിൽ ഹിസ്റ്ററി ലെസൺസിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ സ്ട്രാറ്റിഫിക്കേഷൻ, ഹൈറാർക്കി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് വായിച്ചാലും എവിടെയെങ്കിലും കണ്ടാലും കേട്ടാലും അത് മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്താണ്? ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഇനിക്വാളിറ്റി, അതൊരു അസമത്വമാണ്, അങ്ങനെ വേണം അതിനെ കാണാനായിട്ട്. ഇനി മാർക്സിന്റെ ആ ഒരു സ്ട്രാറ്റിഫിക്കേഷനായിട്ടുള്ള കണക്ഷൻ എന്തായിരുന്നു? എക്കണോമിക് ഇനിക്വാളിറ്റി ആണ് അദ്ദേഹം അവിടെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്. വെബർ എന്താണ് ചെയ്തത്? ആ ഒരു ക്ലാസ്, സ്റ്റാറ്റസ്, പവർ മോഡൽ അദ്ദേഹം കൊണ്ടുവന്നു. ആൻഡ് ഏൻഷ്യന്റ് ഇന്ത്യയിൽ എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി? ഒരു വ്യക്തിയുടെ റിച്വൽ സ്റ്റാറ്റസസ് ആയിരുന്നു അവിടെ ഏറ്റവും ഭയങ്കര പ്രധാനപ്പെട്ടായിട്ടുള്ള ആ ഒരു വൺ. ഓക്കെ, നൗ ലെറ്റ് us quickly look at the concept of hierarchy in ancient Indian society. എന്തായിരുന്നു ആ ഒരു ഹൈറാർക്കിയുടെ കോൺസെപ്റ്റ് ആ ഒരു പുരാതനമായ ഇന്ത്യൻ സമൂഹത്തില്? അപ്പൊ ഇവിടെ ഈ ഒരു ഹൈറാർക്കി എന്ന വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? അറേഞ്ച്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ അറേഞ്ച്മെന്റിലൂടെ വ്യക്തികളോ ഗ്രൂപ്പുകളോ പല തട്ടിലായിട്ട് അവരെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇതിൽ ചില പൊസിഷൻസ് എന്ന് പറയുന്നത് ഹയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു, അല്ലെങ്കിൽ കുറെ കൂടെ അധികം വിലയുള്ള ഒരു സ്ഥാനമായിട്ട് കണക്കാക്കുന്നു, എന്നാൽ മറ്റു ചിലത് ലോവർ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോ ഈ പുരാതന നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ ഒരു റാങ്കിങ് ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആൻഡ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ. ഒരു വ്യക്തിയുടെ പൊസിഷൻ ഇൻ സൊസൈറ്റി, ആ ഒരു വ്യക്തിയുടെ സ്ഥാനം തന്നെയാണ് എന്താ പറയേണ്ടത്, ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിനെയും, സമൂഹ ജീവിതത്തിന്റെ എല്ലാ ഏരിയാസിനെയും സ്വാധീനിച്ചിരുന്നത് ആ ഒരു വ്യക്തിയുടെ സ്ഥാനം തന്നെയായിരുന്നു. അത് ജോലിയെ സ്വാധീനിക്കാം, അല്ലെ? അതേപോലെ ആ ഒരു വ്യക്തി ഏത് ഗ്രൂപ്പിൽ നിന്ന് വിവാഹം കഴിക്കണം എന്നുള്ളത് പോലും ആ ഒരു പൊസിഷൻ കൊണ്ടാണ് തീരുമാനിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ലഭിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഈ ഒരു സ്ഥാനമായിരുന്നു. അതേപോലെ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസിൽ പങ്കെടുപ്പിക്കണമോ വേണ്ടയോ എന്നൊക്കെ ഈ ഒരു സ്ഥാനത്തിന് വരുന്ന ഒരു പ്രിവിലേജ് ആയിരുന്നു. ആൻഡ് ദൈനംദിന ആ ഒരു ഇന്ററാക്ഷൻ ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതും ഇവിടെ തന്നെയാ. ഇത് ഈ ഒരു സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അപ്പോ ഈ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരുപാടധികം ഫാക്ടേഴ്സ് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള അതോറിറ്റി ആയിരുന്നു. അപ്പൊ ഇവിടെ റിലീജിയസ് അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് റിലീജിയസ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളും പ്രീസ്റ്റ് ആയിട്ടുള്ള വ്യക്തികള് അപ്പോ ഈ അങ്ങനെയുള്ളവർക്കായിരുന്നു എന്താ പറയേണ്ടത്, ആ ഒരു പ്രാധാന്യം അവിടെ ലഭിച്ചിരുന്നത്. ഒന്ന്, അവർക്ക് ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ബുക്സ്, ടെക്സ്റ്റുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സേക്രഡ് ആയിട്ടുള്ള ആ ഒരു നോളജ് അവരിലേക്ക് മാത്രമേ പകർന്നു കൊടുത്തിരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് വാസ് ദ റിച്വൽ പ്യൂരിറ്റി. ഏൻഷ്യന്റ് ആയിട്ടുള്ള സോഷ്യൽ കസ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഓക്യുപ്പേഷൻസിനെ ഒരു റാങ്ക് കൊടുത്തിരുന്നു. ഓക്യുപ്പേഷൻ ആയിരുന്നാലും ശരി, ഗ്രൂപ്പ്സിനായിരുന്നാലും ശരി, ഒരു റാങ്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഈ റാങ്ക് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഐഡിയ ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ഈ രണ്ട് കോൺസെപ്റ്റ്സ് ഇവിടെ വരുന്നു, ഒന്ന് പ്യൂരിറ്റി, മറ്റൊന്ന് പൊല്യൂഷൻ. അപ്പോ എന്താ പറയേണ്ടത്, സേക്രഡ് ആയിട്ടുള്ള റിച്വൽസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വർക്കുകളിന് എപ്പോഴും ഒരു ഹയർ ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജ് അവിടെ ലഭിച്ചിരുന്നു. എന്നാൽ ചില രൂപത്തിലുള്ള അല്ലെങ്കിൽ ചില ഫോംസ് ഓഫ് ലേബറിന് ഒരു വളരെ ലോവർ ആയിട്ടുള്ള ഒരു റിച്വൽ സ്റ്റാറ്റസ് ആയിരുന്നു അതിനവിടെ കൊടുത്തിരുന്നത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്യുപ്പേഷൻ ആയിരുന്നു. ഒരു വ്യക്തിയുടെ ജോലി, അതായത് അവർ പെർഫോം ചെയ്തിരുന്ന വർക്ക്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫാമിലി പെർഫോം ചെയ്യുന്ന ആ ഒരു ജോലി, അത് പതിയെ അത് ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ ഐഡന്റിറ്റി ആയി മാറി എന്നുള്ളതാണ്. ഇവിടെ ജനനവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ ഒരു സോഷ്യൽ പൊസിഷൻ ശരിക്കും ഹെറിഡിറ്ററി ആയി മാറി, അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് കൈമാറുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു, അല്ലെ? അതേപോലെ പൊളിറ്റിക്കൽ പവർ മറ്റൊരു
ഒരു സോഴ്സ് ആയിരുന്നു, സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആയിരുന്നു. ഇപ്പൊ കിങ്സ് ആയിരുന്നാലും, രാജാക്കന്മാരായാലും, വാരിയേഴ്സ് ആയാലും, രാജാവിന്റെ ഒഫീഷ്യൽസ് ആയിരുന്നാലും, റൂളിംഗ് ഫാമിലീസ്, അതിലൊക്കെ അവർക്കൊക്കെ ഒരുപാടധികം അധികാരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവര് ആർമികളെ കൺട്രോൾ ചെയ്തിരുന്നു, അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നു, ഒരു ടെറിട്ടറിയുടെ, ഒരു ഏരിയയുടെ ഫുൾ കൺട്രോൾ ഒക്കെ അവരുടെ കയ്യിലായിരുന്നു. അതാണ് റൂളിംഗ് ക്ലാസ്, റൂളിംഗ് ഫാമിലി എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെ? അതേപോലെ ലാൻഡ് ഓണർഷിപ്പും ഒരു സ്വാധീനം ഇതിനകത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു അഗ്രികൾച്ചറിന്റെ എക്സ്പാൻഷൻ നടന്നപ്പോഴത്തേക്ക് ഇറ്റ് മെയ്ഡ് ലാൻഡ് ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് വെൽത്ത് ആയിട്ട് മാറി. അപ്പോ ലാൻഡ് കൺട്രോൾ ചെയ്തിരുന്ന വ്യക്തികൾ, അതേപോലെ അവർക്ക് ഒത്തിരി അധികം അഗ്രികൾച്ചറൽ സർപ്ലസ് ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് അവിടെ വളർന്നു വന്നു, അതേപോലെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസും അതോടൊപ്പം അവർക്ക് വളർന്നു വന്നു എന്നുള്ളതാണ്. ഇനി ആക്സസ് ടു നോളജ്, അതായത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അതും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം വിദ്യാഭ്യാസം പ്രത്യേകിച്ചും ആ സേക്രഡ് ആയിട്ടുള്ളതും അതേപോലെ ലിറ്റററി ആയിട്ടുള്ള എഡ്യൂക്കേഷനും നേടുന്നവർക്ക് ഒരുപാടധികം പ്രസ്റ്റീജ് ലഭിച്ചിരുന്നു ആൻഡ് ഒത്തിരി അധികം അതോറിറ്റി അവർക്കുണ്ടായിരുന്നു, ചില ഗ്രൂപ്പുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അതോറിറ്റി. അപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹൈറാർക്കി എന്ന് പറയുന്നത് റിലിജനെ, എക്കണോമിയെ, പൊളിറ്റിക്സിനെ, ഓക്യുപ്പേഷനെ, ബർത്തിനെ, നോളജിനെ ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈറാർക്കിയാണ് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മച്ച് മോർ കോംപ്ലെക്സ് ദാൻ എ സിസ്റ്റം ബേസ്ഡ് ഓൺലി ഓൺ വെൽത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം അല്ലായിരുന്നു, പക്ഷെ ഇത്രയധികം കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് പതിയെ, വളരെ പതുക്കെയാണ് അത് സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നത്, അല്ലേ? അപ്പോ ഇറ്റ് എമേർജ്ഡ് ത്രൂ സെഞ്ചുറീസ് ഓഫ് അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ, പൊളിറ്റിക്കൽ സെൻട്രലൈസേഷൻ, അല്ലെ? ആൻഡ് ആ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഒക്കെ നടക്കുന്നതോടുകൂടി, കൾച്ചറലി ചേഞ്ചസ് സംഭവിക്കുന്നതോടുകൂടിയൊക്കെയാണ് ഈ ഓരോ മാറ്റങ്ങളും സംഭവിച്ചത്. അപ്പോ വ്യത്യസ്തമായ റീജൻസ് ഓൾസോ ഇത്തരത്തിലുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തു ആൻഡ് അവരുടേതായ ആ ആചാരങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ഡെവലപ്പായി വന്നു. അപ്പോൾ ഒരു ആക്ച്വൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കമ്പയർ ചെയ്താൽ അത് വ്യത്യസ്തമായിരിക്കും. കേരളത്തിലെ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് കസ്റ്റംസ് അല്ലല്ലോ തമിഴ്നാട്ടിലേക്ക് പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ ചെല്ലുമ്പം ചെറിയൊരു വ്യത്യാസമെങ്കിലും നമ്മൾ അനുഭവപ്പെടുന്നില്ലേ? അതാണ് ഈ പറഞ്ഞത്. ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇറ്റ് വാസ് ഓൾസോ ഡിഫറെന്റ് എന്നുള്ളത്. അപ്പൊ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ആ ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഹൈറാർക്കി വാസ് മൾട്ടി ഡയമെൻഷനൽ, അല്ലെ? അവിടെ വെൽത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെ ആയിരുന്നു, പക്ഷേ ആ ഒരു റിലീജിയസ് അതോറിറ്റി, ഒരു വ്യക്തിയുടെ ആ ഒരു റിച്വൽ സ്റ്റാറ്റസ്, ബർത്ത്, ഓക്യുപ്പേഷൻ, ലാൻഡിന്റെ ഓണർഷിപ്പ്, പൊളിറ്റിക്കൽ പവർ ആൻഡ് നോളജ് ആ ഒരു വ്യക്തിക്ക് എന്തുമാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ പൊസിഷനെ സ്വാധീനിച്ചിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും അടുത്തത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു വർണ്ണ സിസ്റ്റം വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോ ആ ഒരു ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ഫോർ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു എവിഡൻസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇറ്റ് കംസ് ഫ്രം ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇത് നമ്മൾ സ്കൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ? ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആ ഒരു അതാണ് നമുക്ക് ഏറ്റവും പഴയതായിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിരുന്നത് ഇറ്റ് വാസ് ഇൻ ബിറ്റ്വീൻ ലെറ്റ്സ് സേ 2600 to 1900 BCE എന്നാണ് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ പ്രധാനപ്പെട്ട സെന്റേഴ്സ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹറാപ്പ ഉണ്ടായിരുന്നു, മൊഹൻജുദാരോ ഉണ്ടായിരുന്നു, ധോളവിറ ഉണ്ടായിരുന്നു, ഖാലിബംഗൻ, ലോത്തൽ ആൻഡ് ഒരുപാട്, ഇതൊക്കെ പല പല സെറ്റിൽമെന്റ്സിന്റെ പേരുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഓരോ സിറ്റീസ് ആയിരുന്നു.
ആ ഒരു കാലഘട്ടത്തില്. അപ്പൊ ഈ സിറ്റീസ് ഒക്കെ നമ്മൾ അതിന്റെയൊക്കെ ആ ഒരു റിമെയിൻസ് ഒക്കെ അല്ലെങ്കിൽ റൂയിൻസ് ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരുപാടധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏർബൻ പ്ലാനിങ് അവർ നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത സ്ട്രീറ്റ്സ് ഉണ്ടായിരുന്നു അവർക്ക്, ഡ്രെയിനേജ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു, ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, സ്റ്റോറേജിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, ആൻഡ് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് നെറ്റ്വർക്കും അവർ നിലനിർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ പ്രൂഫ് ലഭിച്ചതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം ആൾക്കാര് വ്യത്യസ്തമായ ഓക്യുപ്പേഷൻസിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത്, അല്ലേ? അപ്പൊ അവിടെ പോട്ടറി ചെയ്യുന്നവര്, ഈ മണ്ണ് ക്ലേ കൊണ്ട് പോട്ട്സ് ഉണ്ടാക്കുന്ന വ്യക്തികൾ, പോട്ടറി മെറ്റലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികള്, എന്താ പറയേണ്ടത്, ബീഡ്സ് മുത്തുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേഡേഴ്സിന്റെ സെന്റേഴ്സ് ഉണ്ടായിരുന്നു, ബിൽഡേഴ്സ്, ഫാമേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? അപ്പൊ ഈ സ്പെഷ്യലൈസേഷൻ കാണിക്കുന്നത് എന്താണ്? അതായത് ആ ഒരു ഇൻഡസ് സൊസൈറ്റി എന്ന് പറയുന്നതും എക്കണോമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. അപ്പം ആർക്കിയോളജിസ്റ്റ് have also found various differences in the size and quality of houses. വീടുകളുടെ സൈസിലും അത് നിർമ്മിച്ചിരുന്ന ക്വാളിറ്റിയിലും ആർക്കിയോളജിസ്റ്റിന് വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. കാരണം ചില ആൾക്കാർ വലിയ വലിയ ബിൽഡിങ്സിൽ ജീവിച്ചിരുന്നു, എന്നാൽ മറ്റു ചിലർ ചെറിയ ചെറിയ വീടുകളിൽ ജീവിച്ചിരുന്നു. ഈ അന്നത്തെ ആ സിറ്റീസിലെ ചില സെക്ഷൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബെറ്റർ ആക്സസ് ഉണ്ടായിരുന്നു എന്താ പറയണ്ടേ ആ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ സിറ്റിയിലെ റിസോഴ്സസ്, അവിടുത്തെ വിഭവങ്ങൾക്കും അതേപോലെ പബ്ലിക് സ്ട്രക്ചേഴ്സിലേക്കും അവർക്കൊരു ബെറ്റർ ആക്സസ് ഉണ്ടായിരുന്നു. ഈ ഡിഫറൻസസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി നമ്മുടെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് നോക്കിയപ്പോഴോ, നൗ ക്യാൻ വി സേ ഈ ഒരു 4-fold ആയിട്ടുള്ള ആ ഒരു വർണ്ണ സിസ്റ്റം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിരുന്നു എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. സോഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പ്രൂഫ് നമുക്കുണ്ട്, ഓക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പ്രൂഫ് നമുക്കുണ്ട്, ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു ആക്സസ് ആയിരുന്നു ടു റിസോഴ്സസ് അനുഭവിക്കാനുള്ള ആ ഒരു ആക്സസ് ഈക്വൽ അല്ലായിരുന്നു എന്നുള്ളതിനും പ്രൂഫ് നമുക്കുണ്ട്. പക്ഷേ നമുക്ക് വളരെ വ്യക്തമായ ഒരു എവിഡൻസ് ഇല്ല. അതായത് ഈ 4 വർണ്ണാസ് അന്ന് നിലനിന്നിരുന്നു എന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് യെറ്റ് ഡെസിഫേർഡ്. അത് ഇതുവരെ അത് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോ അത് എന്താ പറയേണ്ടത്, ഒരു ഉറപ്പോടുകൂടി അവരുടെ ആ സ്ക്രിപ്റ്റുകൾ നമുക്ക് വായിക്കാൻ കഴിയാത്തടത്തോളം വി ഡു നോട്ട് നോ എങ്ങനെയാണ് അവരുടെ ആ ഒരു സൊസൈറ്റിയെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്, അവരുടെ റിലിജൻ എങ്ങനെയായിരുന്നു, അവരുടെ സോഷ്യൽ കാറ്റഗറീസ് എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഹിസ്റ്റോറിയൻസ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം അവർ ഇതിലേക്ക് എത്തുന്നു. അതായത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നതിന് ഓക്യുപ്പേഷണൽ ഡിഫറൻസിയേഷനും സോഷ്യൽ ഇനിക്വാളിറ്റിയും ആ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആൻഡ് ഈ മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതുപോലെ ഇവോൾവ് ആയിട്ടുള്ള ഈ 4-fold വർണ്ണ സിസ്റ്റം ഉണ്ടല്ലോ, അത് പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ ഒരു വേദിക് കൾച്ചറൽ സെറ്റിംഗിലാണ് അത് പിന്നീട് ഡെവലപ്പായി വന്നത്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ഷൻ ആക്ച്വലി പ്രൊട്ടക്ട്സ് അസ് ഫ്രം മേക്കിംഗ് അൺസപ്പോർട്ടഡ് കൺക്ലൂഷൻസ്. നമുക്ക് ഈ ഒരു വർണ്ണ സിസ്റ്റം അന്നുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് സോഷ്യൽ ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇൻഡസ് സിവിലൈസേഷൻ ഓൾസോ. പക്ഷേ നമുക്ക് വ്യക്തമായ എവിഡൻസ് ഇല്ല ഈ ഒരു 4-fold വർണ്ണ സിസ്റ്റം അന്നുണ്ടായിരുന്നോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് ഇല്ല എന്ന് ഓർക്കുക. ഇനി മറ്റൊരു സംഗതി നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇസ് ദ മീനിങ് ആൻഡ് എറ്റിമോളജി ഓഫ് ദ വേർഡ്. ഈ വർണ്ണ എന്ന വാക്കിന്റെ മീനിങ്ങും അതിന്റെ ആ ഒരു എറ്റിമോളജിയും നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. നോക്ക്,
ഈ വാക്ക് വർണ്ണ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് സംസ്കൃതത്തിൽ നിന്ന് വരുന്നു. അപ്പോ ഇതിന്റെ അർത്ഥങ്ങൾ പലതാണ്. ഒരുപക്ഷെ ഇതിനെ കളർ എന്ന് പറയാം, വർണ്ണ, അപ്പിയറൻസ് എന്ന് പറയാം, ക്ലാസ് എന്ന് പറയാം, ടൈപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാറ്റഗറി എന്ന് പറയാം. ഈ വർണ്ണയ്ക്ക് ഇങ്ങനെ പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാക്കിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉള്ളത് കൊണ്ട് ഒരുപാടധികം ഹിസ്റ്റോറിയൻസ് ചർച്ച ചെയ്തിരിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് ആ ഒരു ഏൻഷ്യന്റ് ഇന്ത്യൻ സൊസൈറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ വർണ്ണ എന്ന വാക്കിനെ എങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് വർണ്ണ റെഫേഴ്സ് ടു ബ്രോഡ് സോഷ്യൽ കാറ്റഗറീസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബ്രോഡ് ആയിട്ടുള്ള സോഷ്യൽ കാറ്റഗറീസ് ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അപ്പോ ഓരോ കാറ്റഗറിയും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ധർമ്മയുമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഉത്തരവാദിത്വം, അതിനെ ധർമ്മ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് വേ കണക്റ്റഡ് വിത്ത് ആ ഒരു സേക്രഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ പഠിക്കുക, റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് അവർ പഠിക്കുക എന്നുള്ളത്. ക്ഷത്രിയാസിനോ ദേ വേ അസോസിയേറ്റഡ് വിത്ത് ആ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയും വാർഫെയറുമായിട്ട്, യുദ്ധങ്ങളും പൊളിറ്റിക്കൽ അതോറിറ്റിയും ആയിരുന്നു ക്ഷത്രിയാസ്. വൈശ്യാസിനോ അവര് ദേ വേ ലിങ്ക്ഡ് വിത്ത് അഗ്രികൾച്ചർ, ഈ കാറ്റിൽ റെയറിങ്, പശുവിനെ പോലെയൊക്കെ ഉള്ളത് വളർത്തുക, ആൻഡ് ട്രേഡും ഈ വൈശ്യാസിനായിരുന്നു. ആൻഡ് ശൂദ്രാസ് ജനറലി ദേ വർ അസോസിയേറ്റഡ് വിത്ത് ലേബർ വർക്ക് ആൻഡ് പലതരത്തിലുള്ള സർവീസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസസും ഇതിന്റെ അർത്ഥവും നമ്മളൊന്ന് ഓർത്തു വെച്ചോളൂ. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഓരോ ഡ്യൂട്ടീസിനെയും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഓരോ ഗ്രൂപ്പും ഒരു ഫങ്ഷൻ ആണ് അവിടെ പെർഫോം ചെയ്തിരുന്നത്. ആ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഫങ്ഷൻ ആണ് ഓരോ ഗ്രൂപ്പും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു 19ാം നൂറ്റാണ്ടിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല യൂറോപ്യൻ സ്കോളേഴ്സും ഡെവലപ്ഡ് വാട്ട് ഇസ് സീൻ ആൻഡ് കോൾഡ് ആസ് ദ കളർ തിയറി. യൂറോപ്യൻസ് ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് ഈ കളർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ കളർ തിയറി എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു തിയറിയിൽ അവർ ഈ വർണ്ണ എന്ന വാക്കെടുത്ത് അതിനെ ഡയറക്ട്ലി അവിടെ അപ്ലൈ ചെയ്ത്, എന്നിട്ട് അത് സ്കിൻ കളറിന്റെ ഡിഫറൻസ് ആണ് എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു തിയറിയുമായിട്ട് അവർ വന്നു. അപ്പൊ ഇതും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ തന്നെയാണല്ലേ. അപ്പൊ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഇൻഡോ ആര്യൻ മൈഗ്രൻസ് were believed to be lighter in complexion. ഇപ്പൊ കളറിൽ കുറച്ചും കൂടെ ലൈറ്റ് കളറാണ് ഇൻഡോ ആര്യൻസ് എന്ന് പറയുന്നത്. വൈൽ ആ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, അതായത് ഈ നാട്ടിലെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അവർ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറുള്ള വ്യക്തികളായിട്ടാണ് അവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലെ സ്കോളേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റർ ഗ്രൂപ്പ്സ് ആക്ച്വലി ബിക്കേം ദ ഹയർ വർണ്ണാസ്. കുറെ കൂടെ ഹയർ ആയിട്ടുള്ള വർണ്ണാസ് ആയി ഈ ലൈറ്റർ ഗ്രൂപ്പ്. ആൻഡ് ഡാർക്കർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് വർണ്ണാസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് സെക്ഷൻസ് ആയിട്ടാണ് അതിനെ കണക്കാക്കിയത്. അപ്പൊ ഈ ഒരു തിയറി വളരെയധികം സ്വാധീനം ചെലുത്തിയത് എപ്പോഴാണ്? ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തില്. കാരണം ആ ഒരു റേഷ്യൽ ക്ലാസിഫിക്കേഷൻ ആ ഒരു കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു 19th സെഞ്ചുറി യൂറോപ്യൻ സ്കോളർഷിപ്പിലും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി, അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ മോഡേൺ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസിന്റെ അപ്രോച്ച് നോക്കിയാല് കുറെ കൂടെ കോഷ്യസ് ആയിട്ടുള്ള, കെയർഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ എടുത്തിരിക്കുന്നത്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മീനിങ് ഓഫ് കളർ എന്ന് പറയുന്നത് മേ ബി ഒരു സിംബോളിക് ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ളതാകാം, റിച്വൽ ആകാം, ഇനി അതും അല്ലെങ്കിൽ കൾച്ചറൽ ആകാം. ഒരു വാക്കിന്റെ മീനിങ് അല്ലെങ്കിൽ ഒരു വാക്കിന്റെ മീനിങ് കളർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു എന്താ പറയേണ്ടത്, ഒരു ബയോളജിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റേഷ്യൽ സിസ്റ്റം നിലനിന്നു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. അതായത് ഒരു വാക്കിന്, ഇവിടെ വർണ്ണ എന്ന വാക്കിന് കളർ എന്നുള്ള ആ ഒരു അർത്ഥവും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല ബയോളജിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റേഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം ഏൻഷ്യന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് എങ്ങനെയായിരുന്നു? ആ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന ഭാഷ,
കൾച്ചർ, റിലിജൻ, പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ്, ആ വ്യക്തിയുടെ ഓക്യുപ്പേഷൻ, റിച്വൽ പ്രാക്ടീസ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് തന്നെയായിരുന്നു വന്നത്. അപ്പൊ തന്നെ നോക്കിയേ, ആ കോംപ്ലക്ഷൻ അല്ലെങ്കിൽ കളർ എന്ന് പറയുന്നത് മാത്രം ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വർണ്ണയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അത് മാത്രം, കളർ മാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പോ ഇവിടെ ഈ ഉപേന്ദർ സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഹിസ്റ്റോറിയൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണ്, ഈ 4-fold വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഗ്രാജുവലി ഒരു നോർമൽ മോഡലായിട്ടായി മാറിയതാണ്. അപ്പൊ ഇവിടെ ഈ നോർമൽ അല്ലെങ്കിൽ നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ഒരു മോഡൽ ദാറ്റ് ടെൽസ് പീപ്പിൾ ഹൗ സൊസൈറ്റി ഷുഡ് ബി ഓർഗനൈസ്ഡ്. സമൂഹം എങ്ങനെ രൂപീകരിക്കണം എന്ന് പറയുന്ന ഒരു മോഡൽ, അതിനെയല്ലേ നോർമേറ്റീവ്, അതായത് നോർമലൈസ് ചെയ്യുക എന്നിവിടെ പറയുന്നത്. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വർണ്ണ എന്ന് പറയുന്നത് therefore it is not an original and complete blueprint that was followed equally in every place. എല്ലാ സ്ഥലത്തും തുടക്കം മുതലേ അത് അങ്ങനെ ഫോളോ ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇത് വളരെ പതിയെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ആ മാറി മാറി വന്നിരുന്ന ആ എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ റിയാലിറ്റീസിനെ ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ PSC സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കുക, വർണ്ണ എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ്, അതിന്റെ മീനിങ്ങില് എന്താ, കളർ അല്ലെങ്കിൽ കാറ്റഗറി എന്ന അർത്ഥവും അതിന് വരുന്നുണ്ട്. പക്ഷേ മോഡേൺ ഹിസ്റ്റോറിയൻസ് പ്രധാനമായിട്ടും അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിനെ ഒരു റേഷ്യൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ആയിട്ടല്ല കാണുന്നത്, അതിനെ ഒരു ഐഡിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് അതിനെ അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി വർണ്ണയെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഈ ഒരു വർണ്ണ സിസ്റ്റത്തിനെ സ്വാധീനിച്ച ഫാക്ടേഴ്സ് ആണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. വി വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് lesson. So thank you very much for watching this part, and you have an excellent day ahead. See you in the next class.